മഴതോരും മുംബൈയിൽ വൈജയന്തിക്ക് മുൻപിൽ പപ്പയുമായി അലീന എത്തുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അങ്ങനെ മഴതോരും മുംബൈയിലാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്റ്റാൻലി ആണെങ്കിൽ വളരെയധികം വിഷമത്തിലാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. താനൊന്ന് പറയുമ്പോൾ അലീന മറ്റൊന്നാക്കി അതിനെ എടുക്കുകയും അവളുടെ രീതിക്ക് എടുക്കുകയും ചെയ്യുന്നത് ശാലിന് അത്ര പിടിക്കുന്നൊന്നുമില്ല. കൂടാതെ തന്നെയാണെങ്കിൽ താൻ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടുവരുന്ന ആ ചിട്ടയും കാര്യങ്ങളൊക്കെ അലീന പയ്യെ മറികടക്കുന്നുണ്ട് എന്നൊരു തോന്നൽ സ്റ്റാലിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ് എന്നും കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ അലീനയെ ഒന്ന് ഉപദേശിച്ച് ശരിയാക്കാനായിട്ട് സ്റ്റാലിൻ അലീനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്ന് കാണാം. മോളെ, ഞാൻ പറയുന്നത് എന്താണ് നീ അനുസരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിനക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളിൽ ഇപ്പോഴും മാറ്റം വരുത്താൻ കഴിയാത്തത് എന്ന് ചോദിക്കുന്നു. എന്ത് കാര്യങ്ങളിലാണ് ഞാൻ മാറ്റം വരുത്തേണ്ടത് എന്ന് അലീന തിരിച്ച് മറുചോദ്യം ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ സ്റ്റാൻലി പറയുന്നുണ്ട്, എനിക്ക് എൻ്റേതായ ചില തീരുമാനങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അതെല്ലാം എനിക്ക് വളരെ വിലപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാത്തിനും ഞാൻ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. നീ അതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഞാൻ ഒരിക്കലും ഇടയിൽ കയറി പപ്പയെ നാണം കെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നതൊന്നുമല്ല. പപ്പയാണെങ്കിൽ തെറ്റാണ് ചെയ്യുന്നത്. തെറ്റ് ചെയ്താൽ ഒരിക്കൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. എൻ്റെ പപ്പ തെറ്റ് ചെയ്യാതിരിക്കാനും ശിക്ഷ അനുഭവിക്കാതിരിക്കാനും വേണ്ടിയാണ് ഞാൻ ഇപ്പോഴേ പപ്പയെ തിരുത്താൻ ശ്രമിക്കുന്നത് എന്ന് അലീന പറഞ്ഞു വെക്കുകയാണ്. പപ്പ ചെയ്യുന്ന ഓരോ തെറ്റും പ്രവൃത്തിയും പപ്പയും അറിഞ്ഞിരിക്കണമെന്ന് പറയുകയാണ്. ഞാൻ തെറ്റല്ല മോളെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, പപ്പ തെറ്റ് തന്നെയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിച്ചു കൊണ്ട് കിട്ടുന്ന നേട്ടമൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞു തുടങ്ങുന്നതോടൊപ്പം തന്നെ അനാഥാലയത്തിലെ കഥകളും കാര്യങ്ങളൊക്കെ വീണ്ടും പറയുകയാണ് അലീന. അപ്പോൾ തന്നെ സ്റ്റാലിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, വന്ന ശേഷം തൊട്ട് നീ ഇത് തന്നെയാണ് പലതവണയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത് തന്നെ കേട്ട് എനിക്ക് വട്ട് പിടിച്ചു തുടങ്ങി എന്ന് സ്റ്റാലിൻ പറയുന്നുണ്ട്. ഇതേ സമയം അലീന എടുത്തപാടെ പറയുകയാണ്, വട്ട് പിടിച്ചു തുടങ്ങിയെങ്കിൽ തന്നെ ഉപേക്ഷിച്ചോളൂ എന്ന് പറയുന്നു. താനീ പറയാൻ പോകുന്ന അനാഥാലയത്തിൽ തന്നെ കൊണ്ടുവിട്ടാൽ മതി എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. താൻ വന്ന് കുറച്ച് ദിവസമായപ്പോഴേക്കും തൻ്റെ ഈ സംസാരത്തെ വെറുത്തെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും തന്നെയും വെറുക്കും. താൻ ഇവിടെ നിന്ന് നിറകണ്ണുകളോടെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ തന്നെ ഇപ്പോൾ പുറത്താക്കി കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹവും സന്തോഷവും സമാധാനവും കണ്ണീരും കുറവായിരിക്കുമെന്ന് പറയുകയാണ്. ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് പിന്നെ അതെല്ലാം പൊട്ടിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാരണമില്ലേ, ഒരു പ്രശ്നമില്ലേ? അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്താക്കിക്കോളൂ, എന്നെ കൊണ്ടുവിട്ടോളൂ, ഞാൻ പോയിക്കോളാമെന്ന് അലീന പറയുമ്പോൾ, നിന്നെ അങ്ങനെയൊന്നും അല്ലല്ലോ ഞാൻ ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയത്. മിസ്റ്റർ മേനോനോട് ഞാൻ നിന്നെ നല്ല രീതിയിൽ സംരക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ എനിക്ക് എൻ്റേതായ ചില സ്വഭാവങ്ങളുണ്ട്, ചില മാറ്റങ്ങളുണ്ട്. എനിക്ക് പാവപ്പെട്ടതായതുകൊണ്ട് തന്നെ, ഒന്നില്ലായ്മയിൽ വന്നതുകൊണ്ട് തന്നെ എനിക്ക് അധികമായി പണം ചിലവാക്കുന്നതോ പണം നശിപ്പിച്ച് കളയുന്നതോ ആയ ഒരു പ്രവൃത്തിയോ ഒരു കാര്യമോ ഒന്നും തന്നെ ഇഷ്ടമല്ല എന്ന് പറയുന്നത് കാണാൻ കൂടാതെ പാവപ്പെട്ടവരെ സഹായിക്കാനാണ് താൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. പാവപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരത്തിന് ഗതിയില്ലാത്ത,
മെഡിസിൻ വാങ്ങാൻ പൈസയില്ലാത്തവരെ രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നതോ അമ്പലത്തിൽ കൊടുക്കുന്നതോ ഒന്നുമല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ പണമുണ്ടായിട്ട് കാര്യമില്ല, നല്ലൊരു മനസ്സ് കൂടി ഉണ്ടാകണമെന്ന് അലീന പറഞ്ഞു വയ്ക്കുകയാണ് എന്ന് കാണാം. ഇതേ സമയം സ്റ്റാൻലി മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ ഭാഗത്തും ഒരുപാട് തെറ്റുകൾ, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ അപ്പനോട് സ്റ്റാൻലി സംസാരിക്കുകയാണ്. അപ്പോൾ അവൾ ഞാൻ പറയുന്നതല്ലല്ലോ മനസ്സിലാക്കുന്നത് എന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി, അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് എവിടെയാണോ ഇഷ്ടം അവിടെയൊക്കെ നീയും അവൾ കൂടി പോയിട്ട് വാ എന്ന് പറയുന്നത് കാണാം. അപ്പോൾ പതിയെ അവൾ നിൻ്റെ അടുത്ത് അടുത്തുകൊള്ളും. മിക്കവാറും അവൾ ചിന്നമ്മയായതുകൊണ്ട് തന്നെ നീയേ മാറുകയുള്ളൂ മോനെ. ഈ അപ്പൻ ഇന്നലെ കണ്ടത് വെച്ച് പറയുകയാണെങ്കിൽ നീ അവളുടെ മുൻപിൽ തോറ്റില്ലേ? അവൾ നിൻ്റെ കൈമയൊന്ന് തൊട്ടപ്പോഴേക്കും നിൻ്റെ മനസ്സ് മാറിയില്ലേ? അതുപോലെ തന്നെയായിരിക്കും ഇനി സംഭവിക്കാനായിട്ട് പോവുക. അവൾ സാക്ഷാൽ ചിന്നമ്മ തന്നെയാണ്. അവൾ നിന്നെ വരച്ച വരയിൽ നിർത്തുമെന്നുള്ളതും സത്യം തന്നെയാണ്. നിൻ്റെ എല്ലാ പ്രവൃത്തിയെയും എല്ലാ സ്വഭാവത്തെയും അവൾ മാറ്റിയെടുക്കുമെന്നുള്ളതും സത്യം തന്നെയാണ്. നീ ഇനി എത്ര വിചാരിച്ചാലും നിനക്ക് അവളെ ഉപേക്ഷിച്ച് കളയാൻ നിൻ്റെ മനസ്സുകൊണ്ട് സാധിക്കില്ല എന്നുകൂടി ചേർത്ത് വയ്ക്കുന്നു. നിൻ്റെ മനസ്സ് നിറയെ അവൾ സ്ഥാനം പിടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് എന്നുകൂടി ചേർത്ത് വയ്ക്കുന്നു. സ്റ്റാൻലി അത് സമ്മതിക്കുന്നുണ്ട്. തനിക്ക് അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു, തൻ്റെ മകള് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്യുമെന്ന് എനിക്കറിയാമെന്ന് പറയുമ്പോൾ, എങ്കിൽ പിന്നെ അവളുടെ സ്വഭാവത്തിനനുസരിച്ച് നിൻ്റെ സ്വഭാവവും മാറ്റുന്നതാണ് നല്ലത് എന്ന് പറയുന്നു. ഒടുവിൽ അലീനയ്ക്ക് എന്താണ് ആഗ്രഹമെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ അലീന പറയുന്നുണ്ട് തനിക്ക് അച്ഛനെയും സഹോദരങ്ങളെയും കാണണമെന്ന്. അങ്ങനെ അവിടേക്ക് പോവുകയാണ്. ഒടുവിൽ വൈജയന്തിയുടെ മുൻപിലേക്ക് അലീനയും സ്റ്റാൻലിയും കടന്നു വരികയാണ്. സ്റ്റാൻലി വണ്ടിയിലിരിക്കുന്നുള്ളൂ. അപ്പോൾ ബാലചന്ദ്രനാണെങ്കിൽ സ്റ്റാലിനെ വിളിച്ചുകൊണ്ട് വൈജയന്തിയുടെ മുൻപിലേക്ക് വരാനായിട്ട് പോവുകയാണ്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, വൈജയന്തിക്ക് നല്ലൊരു കിടിലൻ പണി കൊടുക്കാനും വൈജയന്തിയെ ഭീഷണിപ്പെടുത്താനും വൈജയന്തിയെ തറയിലിട്ട് ചവിട്ടാനുമാണ് ബാലചന്ദ്രൻ്റെ ഉദ്ദേശമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.